സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ലോക് ഭവനിലേക്ക് പോയി. ലോക് ഭവനിലെ പതിവ് ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തതിന് ശേഷമാണ് മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലെ അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതലയേറ്റത്. സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ചീഫ് സെക്രട്ടറിയും ലോക് ഭവൻ ഉദ്യോഗസ്ഥരും മാത്രമേ പാടുള്ളൂ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഗവർണർ ഒഴിവാക്കിയിരുന്നു. തമിഴ്നാട് മോഡൽ സത്യപ്രതിജ്ഞ പാടില്ല എന്നായിരുന്നു ഇന്നലെ മുതലേ ഗവർണറുടെ നിലപാട്. എന്നാൽ ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കോൺഗ്രസ് ദേശീയ നേതാക്കൾക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഘടകകക്ഷി പ്രതിപക്ഷ നേതാക്കൾക്കും വരെ വേദിയിൽ തന്നെ ഇരിപ്പിടമൊരുക്കി. സത്യപ്രതിജ്ഞ ചടങ്ങിന് അല്പം മുമ്പ് വരെ നടന്ന പ്രോട്ടോകോൾ പോരിന്റെ ഈർഷ്യ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ശരീരഭാഷയിൽ തുടക്കത്തിൽ പ്രകടമായിരുന്നു. ഇരിപ്പിടത്തിലെത്തിയപ്പോഴേ മുഖ്യമന്ത്രിയോട് ഗവർണർ ചടങ്ങ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിക്കാറായപ്പോഴേക്കും ഗവർണറുടെ ഭാവം മയപ്പെട്ടു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചായ സൽക്കാരത്തിനായി ലോക് ഭവനിലെത്തി. ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റും പലഹാരങ്ങളും ചായയും കഴിച്ച് കുശലം പറഞ്ഞിരുന്നു. ചുറ്റുപാടും മന്ത്രിമാരും മറ്റതിഥികളും. സമയം വൈകിയതുകൊണ്ട് ചായ സൽക്കാരം 10 മിനിറ്റിൽ തീർക്കുമെന്നായിരുന്നു കരുതിയതെങ്കിലും അതിലേറെ നീണ്ടു. ശേഷം ലോക് ഭവൻ മുറ്റത്ത് പുതിയതായി ചുമതലയേറ്റ മന്ത്രിസഭയുടെ പതിവ് ഗ്രൂപ്പ് ഫോട്ടോഷൂട്ട്. ശേഷം സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി ഔദ്യോഗിക ചുമതലകളേറ്റു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വി ഡി സതീശനെ ഉദ്യോഗസ്ഥർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. മുഖ്യമന്ത്രി രജിസ്റ്ററുകളിൽ ഒപ്പുവെച്ചു. ക്യാബിനറ്റ് റൂമിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും എത്തി. ഇനി അങ്ങോട്ട് മന്ത്രിസഭായോഗ വാർത്തകൾക്കായി ഉപയോഗിക്കാനുള്ള ദൃശ്യങ്ങൾക്കും ചിത്രങ്ങളുമായി അല്പനേരം മാധ്യമങ്ങൾക്കായി. ശേഷം ടീം VDSന്റെ ആദ്യ മന്ത്രിസഭായോഗം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.